നമ്മൾ ഈ വട്ടം വാങ്ങിച്ചേക്കുന്നത് കണ്ട ഒരു യമണ്ടൻ ഐറ്റാണ്. ഈ ഒരു വണ്ടി ജസ്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടുതലാണ്. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരുടിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു കിടുക്കാച്ചി ഒരു 1:10 സ്കെയിലിൽ വരുന്ന ഒരു ബ്രോങ്കോ ഓർഡർ ചെയ്തിട്ടുണ്ട് HB ടോയ്സിൻ്റെ. എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു RC കാറാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ചിലവൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റ് വാങ്ങുന്നത് ജസ്റ്റ് കമൻറ്റ് അടിച്ചേക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് മേടിക്കുന്നത്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ റൂമിലുണ്ട്. സോ ജസ്റ്റ് പോയിട്ട് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു കാറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ഇതുവരെ വാങ്ങിച്ച കാർ എന്ന് പറയുന്നത് ഒരു 1:18 സ്കെയിലിൽ വരുന്ന അല്ലെങ്കിൽ 1:16 സ്കെയിലിൽ വരുന്ന കാറുകളാണ് ഇതുവരെ മാക്സിമം വാങ്ങിച്ചത്. ഇത് 1:10 സ്കെയിലിൽ വരുന്ന ഒരു ഐറ്റാണ്. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടുതലാണ്. നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടിരുന്ന ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 ആ റേഞ്ച് വരുന്ന കാറുകളാണ്. പക്ഷേ ഈ കാണുന്ന കാറിൻ്റെ റേറ്റ് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. സോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമ്മൾ മുന്നേ വാങ്ങാറുള്ള നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജ് തന്നെയാണ് ഈ ഒരു കാർ വാങ്ങിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ RC കാർസൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താഴത്തെ നമ്പറോട് ദേക്കാം. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അതിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങൾ വരുമ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഫൈനലി നമ്മുടെ RC കാർ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ബ്രോങ്കോ ആണ് മോഡൽ, HB ടോയ്സിൻ്റെ. സോ കാണിച്ചു തരാം. അപ്പോൾ അതെ, ഈ ഇരിക്കുന്ന പെട്ടിയിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം വലിയ ഒരു പെട്ടി തന്നെയാണ്. സോ ഇതാണ് എൻ്റെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ. സോ ഇവിടെ വെച്ചിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ. സോ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇത്ര വലിയ പെട്ടിയാണ്, നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. എൻ്റെ ടേബിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഈ പെട്ടി എന്ന് പറയുന്നത് ഈ ടേബിളിൽ തന്നെ വലിപ്പം ഏകദേശം വരുന്നുണ്ട്. വാവ്. ഈ കാണുന്ന RC കാർ ഏകദേശം 3.5 കിലോ ആണ് ഭാരം വന്നിരിക്കുന്നത്. RC കാർ മാത്രം. ഇതിൻ്റെ പെട്ടിയും കാര്യങ്ങളും അടക്കം ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്ത് എന്തെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കത്തി എടുത്തിട്ടുണ്ട്. സോ ഇത് അൺബോക്സ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി. സോ ജസ്റ്റ് ഇതൊന്ന് മുറിക്കാം, സൈഡിൽ നിന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂക്ലിക്കിൻ്റെ പേജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവരുടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യം കിട്ടും. ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, സോ തുറക്കാൻ പോവാണ്. റെഡി, 1 2 3 ടാൻ. ഓ, തിരിഞ്ഞു പോയി. ഓക്കെ, ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഫോർഡിൻ്റെ ബ്രോങ്കോ എന്ന മോഡൽ. ഇത് റെഡി ടു റൺ മോഡലാണ്. നമുക്ക് കാണാൻ പറ്റും 1:10 സ്കെയിലാണ്. പിന്നെ IPX4ൻ്റെ റേറ്റിംഗ് വന്നിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ് ഐറ്റം. പിന്നെ 18 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ ഐറ്റം ഓടുന്നത്. അത്യാവശ്യം സ്പീഡുണ്ട്. 18 കിലോമീറ്റർ അത്യാവശ്യം സ്പീഡ് ഓടും. ഇത്ര വലിയൊരു വണ്ടിയാണ്, അത് അത്യാവശ്യം സ്പീഡ് പോകുന്നുണ്ട്. 2.4 ഹെർട്സിൻ്റെ റിമോട്ട് കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നെ വൈൽഡർനെസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ട്രാക്സസിൻ്റെ ഒക്കെ ഒരു ലുക്കിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. ഈ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്സസിൻ്റെ എങ്ങനെയാണോ അതുപോലെയാണ് ഇതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് പുറത്തേക്ക് എടുക്കാം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇത്രയും വലിയൊരു വണ്ടി വാങ്ങണം എന്നുള്ളത്. കാരണം ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി വലിയൊരു RC കാർ വാങ്ങി കഴിഞ്ഞാൽ നല്ല രസമല്ലേ ഓടിക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ഒരുപാട് നാൾ കാത്തിരിപ്പിന് ശേഷം വാങ്ങിച്ചൊരു മുതലാണ് ഈ കാണുന്ന HB ടോയ്സിൻ്റെ ബ്രോങ്കോ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള RC കാർസ് എന്ന് പറയുന്നത് കണ്ട ഈ ഒരു സൈസിലുള്ള RC കാർസ് ആണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത്. നമ്മൾ ഈ വട്ടം വാങ്ങിച്ചേക്കുന്നത് കണ്ട ഒരു യമണ്ടൻ ഐറ്റാണ്. ഈ 2 RC കാറും കൂടി വെച്ച് കഴിഞ്ഞാലാണ് ആ ഒരൊറ്റ RC കാറിൻ്റെ വലിപ്പം വരെ. പെട്ടിലെ മേലേക്ക് നോക്കാനാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഫോർഡിൻ്റെ ബ്രോങ്കോ എന്ന് പറഞ്ഞ മോഡൽ. അതും HB ടോയ്സിൻ്റെ ആണ് വന്നിരിക്കുന്നത്. HB ടോയ്സ് ഇവിടെ വൈൽഡർനെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ലൈക്ക് 2.4 ഹെർട്സിൻ്റെ ആണ് വന്നിരിക്കുന്നത്. 18 കിലോമീറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. IP4 അത് നേരത്തെ പറഞ്ഞ പോലെ 1:10 സ്കെയിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അപ്ഗ്രേഡഡ് പോർഷൻസ് കാണാൻ പറ്റും. സോ ഈ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇതിൽ അപ്ഗ്രേഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാരക പെർഫോമൻസ് ആണെന്നാണ് ഞാൻ മറ്റു വേറെ വീഡിയോസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നോക്കി നോക്കാം. പിന്നെ സൈഡിൽ ഇതിൻ്റെ അപ്ഗ്രേഡ് ഫ്രെയിം കാര്യങ്ങൾ, ഉള്ളിലത്തെ കോമ്പോണൻസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് തുറക്കാം. ഇനിയാണ് കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടീനെ കുറിച്ചിട്ട്. ഇത് തുറന്ന് കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയുടെ ആ ടയർ കാര്യങ്ങൾ ഇവിടെ ഇരിക്കാൻ കാണാൻ പറ്റും. ഓഹോ, നോക്ക് നമ്മുടെ വണ്ടി. എൻ്റെ മോന് എന്തൊരു വലിപ്പമാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു വണ്ടി ജസ്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എൻ്റെ മോനെ എന്തൊരു വലിപ്പം നോക്ക്. ഇതിൻ്റെ കുറച്ച് യൂസർ മാനുവലും പിന്നെ അതുപോലെ കുറച്ച് ഐറ്റംസ് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി എന്തായാലും പുറത്തേക്ക് എടുക്കാം. മോനെ നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 3.5 കിലോൻ്റെ അടുത്തുണ്ട് ഭാരം. വൈറ്റ് കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നോക്ക്, വാവ് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ ബ്രോങ്കോ നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇവിടെ വിഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കിടുക്കാച്ചി ടയേഴ്സാണ് വന്നിരിക്കുന്നത്. നോക്കിയേ,
സോ ഈ ഒരു വണ്ടിയും നമ്മുടെ ഈ കാണുന്ന വണ്ടിയുടെ സൈസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വലുതാണ്. ബ്രോങ്കോ എന്ന് പറയുന്നത് അത്രയ്ക്കും വലുപ്പമുണ്ട് ഈ ഒരു ഐറ്റം. നമ്മുടെ വണ്ടി പറയുന്നത് 4x4 ആണ്. അതേപോലെ തന്നെ ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ സെറ്റപ്പാണ് ഐറ്റം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതെ ഇതാണ് ഇതിൻ്റെ സൈസും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ പൊന്നോ. എൻ്റെ ഉള്ളിൽ ഒരാളിരിക്കും കാണാൻ പറ്റും. ഈ കാണുന്ന മിറർ നമുക്ക് തുറക്കാൻ പറ്റും. ഉള്ളിലത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ അടിപൊളിയാണ്. കിട്ടാനുള്ളത് ഇതിൻ്റെ റിമോട്ടാണ്. അറ്റത്താണ് റിമോട്ട് ഉള്ളത്. ഇവിടെ നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബാറ്ററി വന്നിക്കുന്നത് ഇതാണ്. ഏകദേശം 7.4 വോൾട്ടിൻ്റെ 3000 mAh ബാറ്ററിയാണ് വന്നിക്കുന്നത്. സോ ഈ കാണുന്ന കാറിലൊക്കെ ഏകദേശം ഇതിൻ്റെ പകുതിയുടെ വലിപ്പമുള്ള ബാറ്ററീസാണ് വരാറ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതായിരിക്കും വേണ്ട അങ്ങനത്തെ ബാറ്ററീസാണ് വരാറ്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഇത്ര വലിയൊരു മുതുക്ക് ബാറ്ററിയാണ് വന്നിക്കുന്നത്. അടുത്ത എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ റിമോട്ടാണ്. ഓക്കെ ഗൈസ്, ദേ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയും കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട്. നമ്മുടെ ഈ കാണുന്ന കാറിൻ്റെ ടയർ വെച്ച് നോക്കുമ്പോൾ ഈ കാണുന്ന ടയർ ഉണ്ടാ മാരക ഐറ്റം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കളറ് നമുക്ക് വൈറ്റ് ആണ് വന്നിക്കുന്നത്. ഇതിൻ്റെ പല കളർ വേരിയൻ്റ് അവൈലബിൾ ആണ്. യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനത്തെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഇതൊന്ന് പറിച്ച് കളയണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓണാക്കിയിട്ട് ഇത് ഓടിക്കുന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ബാറ്ററിയും കാര്യങ്ങളും നമ്മൾ ഇടണം. കണ്ട ഇതിൽ നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന വിഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ സെറ്റപ്പാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം പിന്നെ കൈ ഇങ്ങോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. പിന്നെ 2 സ്പീഡാണ് വന്നിക്കുന്നത്. ഇത്രയ്ക്കാണ് നമ്മുടെ ഈ കാറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ടയർ നിങ്ങൾ നോക്കിയേ, ഒന്തുട്ടൻ്റെ സൈസ് നമുക്ക് ഇത്ര ഉണ്ട് ഒരു ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. കാണുന്ന പ്ലാസ്റ്റിക് ഊരി കളയണം. അതിനുശേഷം അതിൻ്റെ ബാറ്ററി ഇട്ടിട്ട് ജസ്റ്റ് ഓണാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ കാണുന്ന കിറ്റിൽ വന്നിട്ടുണ്ട് നമ്മുടെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് കേബിൾ, പിന്നെ അതിൻ്റെ നമ്മുടെ ടയേഴ്സ് അഴിക്കാനുള്ള കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത്രയ്ക്കാണ് ഈ ഒരു ഇതിൽ വന്നിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മുടെ വണ്ടിയും നമ്മുടെ റിമോട്ടും മാത്രം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നല്ല, ഇതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. നട്ടും ബോൾട്ടും അതേപോലെ ടയർ അഴിക്കാനുള്ള കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ചാർജിങ് കേബിൾ വന്നിട്ട് എന്തൊരു നോട്ടീസ് പോലത്തെ ഈ ഒരു ഐറ്റം കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വിഞ്ച് നമുക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ വിഞ്ചിൻ്റെ ആ ഒരു കുളത്തുണ്ടല്ലോ അത് മാറ്റണമെങ്കിൽ അതിനുള്ള ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ റാപ്പിംഗ് ഊരാനുള്ള സമയം എന്ന് പറയുന്നത്. വാവ്, നല്ല രസമാണ് സൗണ്ട് കേൾക്കാൻ. അപ്പോൾ നമ്മുടെ റാപ്പിംഗ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ കുട്ടപ്പൻ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിലത്തെ ആളിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഉള്ളിലത്തെ സീറ്റ് കാര്യങ്ങൾ സ്റ്റിയറിംഗ് ഒക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ഇതിൻ്റെ ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കാരിയർ പോലത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടിയാണ് നമ്മുടെ ഈ RC ബ്രോങ്കോ എന്ന് പറയുന്നത്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ യൂക്ലിക്കിനെ വിളിച്ചോ. സോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ മറന്നു. ഇതിൻ്റെ റേറ്റ് വന്നിക്കുന്നത് 35,000 റുപ്പീസാണ്. 35,000 റുപ്പീസിൽ നിങ്ങൾക്ക് ഈ വിഞ്ച് അടക്കമുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 35,000-ന് വിഞ്ച് വരാത്തൊരു മോഡലുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് വിഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രോണിക് വിഞ്ചാണ്. നമ്മുടെ ഈ കാണുന്ന റിമോട്ടിൽ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നൊരു വിഞ്ച് വേറെ സെപ്പറേറ്റ് റിമോട്ട് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. പിന്നെ എന്താ പറയുക, ഇത്ര ഐറ്റംസും ഫീച്ചേഴ്സും വരുന്ന ഈ ഒരു വണ്ടി 35,000 റുപ്പീസിനാണ് നമ്മുടെ യൂക്ലിക്കിൽ സെയിൽ ചെയ്യുന്നത്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ താഴത്ത് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വേണ്ട നമുക്ക് ചവിട്ടി കയറാൻ പറ്റുന്നൊരു ഐറ്റം. അത് ഓൾറെഡി സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നതാണ്. നമ്മൾ എക്സ്ട്രാ വെച്ചൊക്കൊന്നുമല്ല. പിന്നെ ഇവിടെ ഒരു ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മിറേഴ്സ് നമുക്ക് തുറന്ന് ഇതേപോലെ വെക്കാൻ പറ്റും. വാവ്, ഒറിജിനൽ മിറേഴ്സാണ് വന്നിരിക്കുന്നത്. കണ്ടാ കൃത്യം റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലൊരു ടയർ വരുന്നുണ്ട്. ബാക്കിൽ ഈ കാരണം ബ്രേക്ക് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലൈറ്റ് കാണിച്ചു തരാം. ഫ്രണ്ട് ലൈറ്റ് കണ്ടാ പക്ക ബ്രോങ്കോൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഇത് വന്നിരിക്കുന്നത്. ഏകദേശം നമ്മുടെ വണ്ടീനെ അതെ ഇവിടെ ഓപ്പൺ എയറേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ മോനെ എനിക്കൊന്നും പറയാൻ പറ്റണില്ലേ, എന്തുറ്റ ലുക്ക്. ആ സൈസും ആ ലുക്കും ഒരുപാട് നമ്മുടെ വണ്ടിക്ക് ചേരുന്നുണ്ട്. ഇനി ഇത് ഓടിച്ച് നോക്കുന്നതാണ് അടുത്ത പരിപാടി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇത് ഓടിച്ച് ചെറിയ ടെറൈനിലാണ് ഓടിക്കുന്നത്. കുറച്ചും കൂടിയും വേറെ വീഡിയോസിൽ നമ്മളിത് കുറച്ചും കൂടി വലിയ മലകൾ കയറാനൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കും. ഗൈസ്, അപ്പോൾ അതെ നമ്മുടെ വണ്ടിയുടെ പെട്ടിയും കാര്യങ്ങളും റിമോട്ടൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതെ ഈ കാണുന്ന വണ്ടീനെ നമ്മൾക്ക് ഓടിച്ച് നോക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഈ മുതൽ നമ്മൾ അഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് 2 ക്ലിപ്പ് ഉണ്ട്.
അത് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. എടാ സിമ്പിളായിട്ട് അഴിഞ്ഞ് കിട്ടും. കാണുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കണ്ട 2 ഓട്ട കൊടുത്തിട്ടുണ്ട്. ഈ 2 ഭാഗത്തും കയറ്റാം, അതേപോലെ ഇവിടെയും കയറ്റാം. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ബാറ്ററി ഇട്ട് കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഇത് അഴിച്ചത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ സംഭവം പക്ക പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. ഇതും പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്, സ്റ്റീലല്ല, വേറെ എന്തൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഭയങ്കര കട്ടിയാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ മോട്ടർ, നല്ല പവർഫുൾ മോട്ടറാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കാണുന്ന ബാറ്ററി നമുക്കിതിൽ ജസ്റ്റ് വെച്ച് കൊടുക്കാം. നമ്മൾ ബാറ്ററി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ കാണുന്ന കണക്ഷൻ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കണം. കണക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് സെറ്റപ്പ് ആയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കിയേ, എൻ്റെ മോനെ സീൻ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടയറും കാര്യങ്ങളും അടിപൊളിയാണ്. ഇതിന് വെക്കാനുള്ളത് വേറെ സിമ്പിൾ പരിപാടിയാണ്. ഇതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ലോക്കായി. ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാനാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണാക്കുള്ള സ്വിച്ച് നോക്കുന്നത് ഈ കാണുന്നതാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ ഓണായിട്ടുണ്ട്. മറച്ചിടാം. ഓക്കെ, നമ്മുടെ ബാക്കിലത്തെ ലൈറ്റും കാര്യങ്ങളും ഇവിടെ കത്തുന്നുണ്ട്. ഇത്തെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും കത്തുന്നുണ്ട്. പക്ഷേ ഇവിടത്തെ ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് എന്തോ ലൂസ് കണക്ഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കണം. അതിപ്പോൾ കത്തണമെന്നില്ല. ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്ത സമയത്ത് ഈ ലൈറ്റ് കത്തിയായിരുന്നു. ഇപ്പോൾ എന്തോ ലൂസ് കണക്ഷനാണ്. ബാക്കിയെല്ലാം പക്ക പെർഫെക്റ്റ് ആണ്. ഈ കാണുന്ന റിമോട്ടിൽ നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം. സോ ഈ കാണുന്ന ബാറ്ററീസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് റീചാർജബിൾ ബാറ്ററീസാണ്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ടാഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. റീചാർജബിൾ ബാറ്ററീസ് എന്ന് പറയുമ്പോൾ ഇത് റീചാർജബിൾ ആണ്. എന്താ സംഭവം വെച്ചാൽ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററീസ് നമുക്ക് മേടിക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് കുറയ്ക്കാനും സഹായിക്കും. ഓണാക്കാനുള്ള സ്വിച്ച് നോക്കുന്നത്. ജസ്റ്റ് ഓണാക്കുമ്പോൾ നമ്മുടെ ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ 1:18 സ്കെയിലാണ് കാണിച്ചത്. ഇതാണ് നമ്മുടെ 1:16 സ്കെയിൽ വരുന്ന എൻ്റെ കയ്യിലുള്ള RC കാർ എന്ന് പറയുന്നത്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്ര വലിപ്പമുണ്ട് ഈ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന റിമോട്ടിലുള്ള ഓപ്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ലൈറ്റ് നോക്കാം. ലൈറ്റ് അമർത്തുമ്പോൾ ലൈറ്റ് കെടും, വീണ്ടും അമർത്തുമ്പോൾ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, പിന്നെ അമർത്തുമ്പോൾ ലൈറ്റ് ഇതുപോലെ അങ്ങനെ കത്തി നിൽക്കും. അതുപോലെ ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അമർത്തി പിടിച്ചാൽ ഇവിടെ എക്സ്ട്രാ ഒരു ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യണം അത് വരും. അതുപോലെ തന്നെ ഇത് അമർത്തി നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന വിഞ്ച് ഇതേപോലെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന വിഞ്ച് തിരിച്ച് കയറ്റാനായിട്ട് വീണ്ടും അമർത്തി പിടിച്ചാൽ മതി. സോ നമ്മുടെ വിഞ്ച് തിരിച്ചിൻ്റെ ഉള്ളിൽ കയറി പോകുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ എടുക്കണ ഒരു വിഞ്ചാണ് ഈ കാണുന്നത് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു 2 കിലോ ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. കാണിച്ചു തരാം. ഈ കാണുന്ന കണ്ണാടിയിൽ കാണാൻ പറ്റും ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. എൻ്റെ തല വരെ കവർ ചെയ്ത് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ ഓടിക്കാൻ പോവാണ്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് പുറത്തേക്ക് വരണണ്ട, സിമ്പിളായിട്ടാണ് ഈ കാണുന്ന കട്ടിലേറെ പടിയൊക്കെ സിമ്പിളായിട്ടാണ് ചാടി കിടന്നത്. ഇനി നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. സോ ഇതിൻ്റെ സ്പീഡ് കാണിച്ചു തരാം. നമ്മുടെ ഈ ബ്രോങ്കോനെ കാണുന്ന സ്റ്റെപ്പ് കണ്ടോ, ഇതിൻ്റെ മേലെ കൂടെ ഇറക്കാൻ പോവാണ്. അത് ഇറങ്ങണം നോക്കിക്കോ. ഓ വാ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്രോങ്കോനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. 2 സ്പീഡ് എന്ന് പറഞ്ഞു. സോ നമ്മൾ ഇതിൻ്റെ ലോ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഇതാണ് ലോ സ്പീഡിൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഗിയർ മാറ്റി കഴിഞ്ഞാൽ ഇതല്ല ഐറ്റം, വണ്ടി മൊത്തത്തിൽ മാറും. ഞാൻ ഗിയർ മാറ്റിയിട്ടുണ്ട്, നോക്കിയേ. ഇതിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വഴി കൂടെ ഓടിച്ചിട്ട് ഓക്കെ. ഓഹോ ഹോ ഹോ. ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ
അവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ബ്ലിങ്ക് ചെയ്യും, അതുപോലെ തന്നെ ബാക്കിലും ബ്ലിങ്ക് ചെയ്യും. കട്ട്ള അത്യാവശ്യം വലുപ്പമുണ്ട്, നോക്കിയേ കാണാൻ പറ്റും. അത്യാവശ്യം ഭയങ്കര ഹൈറ്റുള്ള സംഭവമാണ്. അപ്പോൾ അതിന് മേലെ കൂടെ നമ്മൾ ജസ്റ്റ് ഇത് കയറ്റാൻ പറ്റാൻ നോക്കാം. ക്രൗൾ ചെയ്തിട്ട് എൻ്റെ മോനെ സിമ്പിളായി ആക്കിയിട്ട് നോക്കാം. ഓഹോ സെക്കൻഡ് സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. സ്പീഡ് ചെയ്യുക. സ്പോട്ടിൽ നമുക്ക് ഡ്രാഗ് ബ്രേക്കും കാര്യം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഫ്രണ്ട് എടുത്ത് ബാക്ക് എടുത്ത ബ്രേക്കായി. ഗൈസ് അപ്പോൾ ഈ മുതലിനെ നമുക്ക് ഈ കാണുന്ന ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞ സെറ്റപ്പിൽ ജസ്റ്റ് കയറ്റി വെക്കാം. ഇത് ശരിക്കുള്ള മെയിൻ ഓഫ് റോഡുകളൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് നോക്കിയേ കയറി നോക്ക്. സിമ്പിളായിട്ട് കയറിപ്പോയത്. ബാക്ക് എടുക്കാം. ഓ തീപ്പൊരി ഐറ്റം. നമ്മൾ ഇവനെയും കൊണ്ട് ജസ്റ്റ് പറമ്പിലൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് കളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബ്രോങ്കോനെ ഈ കാണുന്ന ക്യാറ്റ് ഉണ്ടല്ലോ, ആ ഒരു ക്യാറ്റത്തെ കൂടെ കയറാൻ പറ്റാൻ നോക്കാം. കയറാത്ത പ്രശ്നമൊന്നുമില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സ്ലോ സ്പീഡിൽ ഇട്ടേക്കുന്നത്. സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് അടാ ഇത് കയറണമെങ്കിൽ പുഷ്പം പോലെ കയറണേ. ബാക്ക് ടയറൊക്കെ ചെളി മയായി. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന പുലിക്കുട്ടൻ എന്ന് പറയണം, കിടുക്കാച്ചി ഈ വെള്ളത്തിൽ ഇറക്കിയിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം. അത്യാവശ്യം ചെറിയൊരു താഴ്ചയുണ്ട് ഈ കാണുന്ന വെള്ളത്തിന്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ വെള്ളത്തിൽ കൂടെ കേടാ നിങ്ങൾക്ക് ആ ടയർ നിൽക്കുമ്പോൾ കാണാൻ പറ്റും എത്രത്തോളം ആഴുണ്ടെന്ന്. ഓക്കെ, ഓഹോ സസ്പെൻഷൻ നിങ്ങൾ നിൽക്കണം. നോക്കിയേ മെല്ലെ ഇങ്ങനെ കയറ്റുമ്പോൾ എൻ്റെ മോനെ ആ നിൽക്കണ ആംഗിൾ നോക്ക് നിങ്ങൾ. സീൻ വാവ്. ഓഹോ അടിപൊളി. ഇവിടെ കൂടെ വേണമെങ്കിലും സിമ്പിളായിട്ട് നമ്മുടെ ഐറ്റം ഓടിപ്പോകുന്നുണ്ട്. ടോപ്പ് സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഇനി ജസ്റ്റ് എൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. നോക്കിക്കോ. ആ കാണുന്ന വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ഐറ്റം നമുക്ക് ഒരു ഓഫ് റോഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ. ഫൈനലി നമ്മുടെ ഇവൻ്റെ വിഞ്ചിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ജസ്റ്റ് അമർത്തി പിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഞ്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീട്ടുണ്ട് ഈ കാണുന്ന വിഞ്ചിനെ. ഓഫ് ചെയ്യണമെങ്കിൽ ഇത് അമർത്തി പിടിക്കുക. വിഞ്ചിൻ്റെ ഇത് ഓഫായി. അപ്പോൾ നമ്മുടെ വണ്ടീനെ ഇവിടെ വിഞ്ചിൽ വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ വിഞ്ച് ഇവിടെ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ആ വിഞ്ചിൻ്റെ പവർ കൊണ്ട് മാത്രം ഞാൻ ഈ കാണുന്ന ത്രോട്ടിൽ കൊടുക്കുന്നില്ല. വിഞ്ചിൻ്റെ പവർ കൊണ്ട് മാത്രം നമുക്ക് ഈ വണ്ടീനെ നമുക്ക് വലിച്ചങ്ങോട്ട് കയറ്റാൻ വേണ്ടി നോക്കാം. ശ്രീരാം ഈ വക അമർത്താം. ഓക്കെ, കണ്ടാ വിഞ്ചിൻ്റെ പവർ കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വണ്ടി നീങ്ങണം നോക്കിയേ, ആ വിഞ്ചിൻ്റെ പവറാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. വിഞ്ച് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സംഭവം ഓട്ടോമാറ്റിക്കലി ആ വിഞ്ചിൻ്റെ ഓപ്പറേഷൻ നിൽക്കും ഗൈസ്. അപ്പോൾ ഇത്രയുണ്ട് നമ്മുടെ മുതലെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ബ്രോങ്കോൻ്റെ വീഡിയോ. അത്യാവശ്യം 35,000 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു RC മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കിടുക്കാച്ചായിട്ടാണ് എല്ലാ ടറൈനെയും കൂടി ഓടി പോകുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്കിലിനെ കോൺടാക്ട് ചെയ്യുക. താഴത്തെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ.